കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. തങ്കു ബ്രദർ അഹമ്മദ് നഗറിൽ ചെയ്ത സന്ദേശമാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ നടന്ന മെഗാ മീറ്റിംഗ്. ആ ദേശം മുഴുവൻ ജനങ്ങൾ ഒത്തുകൂടി വലിയൊരു ഗ്രൗണ്ട് നിറയെ ജനങ്ങൾ വന്ന മീറ്റിങ്ങിൽ വലിയ വിടുതലുകൾ കർത്താവ് ചെയ്തു. ആ മീറ്റിങ്ങിൽ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ ചെയ്ത മനോഹരമായ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. You might be feeling wretched because of your sickness, wretched because of your sin, wretched because something is wrong. I promise you, as a man of God, the blood of Jesus will cleanse you totally and set you free. Jesus is here in a very, very awesome way. യേശു ഇവിടെ ആയിരിക്കുന്നത് ഏറ്റവും മഹോന്നതമായ നിലയിലാകുന്നു. I am excited to see the miracles that he is going to hear tonight. യേശു ഈ രാത്രിയിൽ ഇവിടെ ചെയ്യുവാൻ പോകുന്ന കാര്യങ്ങൾക്കായി ഞാൻ വളരെ ആശ്ചര്യഭരിതനായിരിക്കുന്നു. Hallelujah. Hallelujah. Even tonight I believe many paralyzed are going to jump out in Jesus name. ഈ രാത്രിയിൽ അനേക തളർവാദികൾ തങ്ങളുടെ കസേരകളെ വിട്ട് ചാടി എഴുന്നേൽക്കുവാൻ പോകുന്നു. Hallelujah. Hallelujah. I can even see right now children getting healed tonight. ഞാൻ ഇപ്പോൾ തന്നെ കാണുകയാണ് കൊച്ചു കുഞ്ഞുങ്ങൾ അവർ സൗഖ്യം പ്രാപിക്കുന്നത്. Are you ready? നിങ്ങൾ അതിന് തയ്യാറാണോ? Are you ready? നിങ്ങൾ അതിന് തയ്യാറാണോ? Can you say, Jesus, I am ready? നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവേ ഞാൻ തയ്യാർ. Jesus, I am ready. യേശുവേ ഞാൻ തയ്യാർ. Hallelujah. Hallelujah. More than us, Jesus wants you to be healed. നമ്മളെക്കാളും അധികം യേശു നിങ്ങൾ സൗഖ്യമാകുവാൻ ആഗ്രഹിക്കുന്നു. And for your information, Jesus does not heal to show he is God. Jesus heals because he loves you. നിങ്ങളുടെ അറിവിനായി ഞാൻ പറയട്ടെ, യേശു ദൈവമാണ് തളിക്കുവാനല്ല നിങ്ങളെ സൗഖ്യമാക്കുന്നത്, അവന്റെ സ്നേഹമുഖാന്തരം അത്ര നിന്നെ സൗഖ്യമാക്കുന്നത്. And for your information, Jesus has no religion at all. നിങ്ങളുടെ അറിവിനായി പറയട്ടെ, യേശുവിന് യാതൊരു മതവുമില്ല. Jesus did not come to this earth to start a religion. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു മതം സ്ഥാപിക്കുവാനുമല്ല. Hallelujah. Hallelujah. Jesus did not say, I have come to start a new religion called Christianity. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്തീയ മതം സ്ഥാപിക്കുവാനത്രേ. No. He said, I have come to give you life and life in abundance. എന്നാൽ യേശു ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകാനും അത്രേ. And I want to tell you tonight, he is interested in your life. ഈ രാത്രി വിളിച്ചു പറയട്ടെ, അവന് നിങ്ങളുടെ ജീവിതത്തിൽ താല്പര്യമുണ്ട്. He is interested in every area of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവന് താല്പര്യമുണ്ട്. He wants to fill you in every area of your life. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അവന്റെ നിറവിനാൽ നിറയ്ക്കുവാൻ താൻ ആഗ്രഹിക്കുന്നു. If you look at the life of Jesus while walking on this earth, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ജീവിതത്തെ നാം നോക്കിക്കണ്ടാൽ, when they were hungry, he gave them food. തന്റെ ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ അവൻ ഭക്ഷണം കൊടുത്തു. When they had problem that they would be ashamed, he removed their shame. അവർ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അവരുടെ അപമാനത്തെ മാറ്റി അവൻ അവരെ അതിൽ നിന്ന് രക്ഷിച്ചു. When there was a storm, he stopped the storm. ആ കൊടുങ്കാറ്റിന്റെ മധ്യത്തിലും താൻ അവരെ വിമോചിപ്പിച്ചു. Jesus did not just come to take you to heaven. Jesus came to give you a fullness of life on this earth also. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ മാത്രമല്ല, ഈ ഭൂമിയിൽ ജയകരമായ ജീവൻ തരുവാനും അത്രേ. Hallelujah. 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 Jesus is not just forgiveness of sin. യേശുക്രിസ്തു പാപങ്ങളുടെ പരിഹാരം മാത്രമല്ല, beyond that, അതിനുമപ്പുറം it is to walk with the life of God inside of you. നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവനെ വഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നടക്കുവാനത്രേ. Hallelujah. 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 Jesus proved to you what a man filled with God can do. യേശു ഇപ്രകാരം തെളിയിച്ചു,
ദൈവാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തി എങ്ങനെ ഈ ഭൂമിയിൽ നടക്കുന്നു എന്ന്. When you say Jesus come into my life, നിങ്ങൾ യേശുവേ എന്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ you don't join a religion. നിങ്ങൾ ഒരു മതത്തിന്റെ ഭാഗമാകുകയില്ല ചെയ്യുന്നത്. You don't join a religion, no. നിങ്ങൾ ഒരിക്കലും ഒരു മതത്തിൽ ചേരുകയല്ല You ചെയ്യുന്നത്. join a family. നിങ്ങൾ ഒരു കുടുംബത്തിന്റെ അംഗമായി തീരുന്നു. Family of God. ദൈവ കുടുംബത്തിന്റെ അംഗമായി തീരുന്നു. Hallelujah. Hallelujah. When I stand over here, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ let me declare it with full conscience. എന്റെ പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ നിങ്ങൾക്ക് തെളിവാക്കി തരട്ടെ. First I am an Indian, then I am a Christian. ഞാൻ ഒന്നാമതായി ഒരു ഭാരതീയനാകുന്നു, പിന്നെ ഒരു ക്രിസ്ത്യാനിയാകുന്നു. I am proud that I am an Indian. ഞാൻ ആദ്യം ഒരു ഭാരതീയനും പിന്നീട് ഒരു ക്രിസ്ത്യാനിയുമായിരുന്നു. Hallelujah. Hallelujah. Earlier time we were looking for missionaries to come from America. കഴിഞ്ഞ കാലങ്ങളിൽ അമേരിക്കയിൽ നിന്നും മിഷണറികൾ വരുവാൻ നാം ആഗ്രഹിച്ച കാലങ്ങൾ ഉണ്ടായിരുന്നു. But today we are sending missionaries from here to America. എന്നാൽ ഈ കാലങ്ങളിൽ നാം മിഷണറിമാരെ അമേരിക്കയിലേക്ക് അയക്കുകയാണ്. Hallelujah. Hallelujah. It is time for India to arise and change the nations in the name of Jesus. ഈ കാലത്ത് യേശുവിന്റെ നാമത്തിൽ രാജ്യങ്ങളെ മാറ്റുവാൻ ഭാരതത്തെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. Not as the God of Christians, ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ടല്ല തന്നെ അവതരിപ്പിക്കുന്നത്, but the Savior of the whole world. എന്നാൽ സകല ലോകത്തിന്റെയും രക്ഷകനായിട്ട് തന്നെ. Savior of the whole world. സകല ലോകത്തിന്റെയും രക്ഷകനായിട്ട് തന്നെ. Hallelujah. Hallelujah. The Bible says വേദപുസ്തകം പറയുന്നു, wherever Jesus was preached, യേശു പ്രസംഗിച്ചതെല്ലാം was great joy. അവിടെ മഹാസന്തോഷമുണ്ടായി. Hallelujah. Hallelujah. When Jesus was going to be born, യേശു ജനിക്കുന്നതിന് മുമ്പായി the angels came. ആ ദൂതന്മാർ വന്ന് Angels did not say, people of earth, Christianity is going to start. ആ ദൂതന്മാർ ഇപ്രകാരം പറഞ്ഞില്ല, ക്രിസ്തീയ മതം ജനിക്കുവാൻ പോകുന്നു. Angel did not say, ദൂതന്മാർ ഇപ്രകാരം പറഞ്ഞില്ല, people of this earth, new religion is going to start. ഭൂലോകവാസികളെ ഒരു പുതിയ മതം ഇതാ ഉടലെടുക്കുന്നു. No, no, no. ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല. Do you know what the angel said? എന്നാൽ ഇപ്രകാരം അവർ വിളിച്ചു പറഞ്ഞു, Great joy is coming to the earth. ഈ ഭൂമിയിലേക്ക് മഹാസന്തോഷം വരുന്നു. Great joy is coming to the earth. മഹാസന്തോഷം ഭൂമിയിലേക്ക് വരുന്നു. Can you shout Mota Ananda? നിങ്ങൾ വിളിച്ചു പറയുമ്പോൾ മഹാസന്തോഷം. Hallelujah. Colossians chapter 1, the Bible says, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം വേദപുസ്തകം പറയുന്നു, and he qualified us, delivered us, and conveyed us. അവൻ നമ്മളെ തിരഞ്ഞെടുത്തു, യോഗ്യരാക്കി, അവനെ പോലെ രൂപാന്തരപ്പെടുത്തി. I want to tell you tonight, ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, God is not looking for one fault of yours to punish you. ദൈവമായ കർത്താവ് നിങ്ങളുടെ ഒരു കുറ്റം കണ്ടെത്തി നിങ്ങളെ ശിക്ഷിക്കുന്നവനല്ല, No. ഒരിക്കലുമല്ല. He is looking for one opportunity to bless you. എന്നാൽ നിന്നെ അനുഗ്രഹിക്കുവാൻ ഒരവസരമെങ്കിലും നോക്കിയിരിക്കുന്നതാണ് നമ്മുടെ കർത്താവ്. Hallelujah. Hallelujah. And for your information, hell was not made for man, it was meant for the devil. നിങ്ങളുടെ അറിവിനെ ഞാൻ പറയട്ടെ, നരകമെന്നത് നിങ്ങൾക്കായി ഉണ്ടാക്കിയതല്ല. And those who are received Jesus as their Lord, you are already in heaven. നിങ്ങൾ യേശുവിനെ കർത്താവ് രക്ഷിതാവായി സ്വീകരിച്ചുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വർഗ്ഗസ്ഥാനം ഇരുത്തപ്പെട്ടിരിക്കുന്നു. The beauty about Jesus is that he restores your self-esteem. ക്രിസ്തുവേശുള്ള മനോഹാരിത്യം എന്ന് പറയുന്നത് അവൻ നിങ്ങളുടെ അഭിമാനത്തെ ക്ഷയം വരുത്താതെ കാത്തുകൊള്ളുന്നു. The Bible says in Hebrews chapter 7 verse 25 that he is able to save the uttermost who comes to him towards God. എബ്രായ ലേഖനം 7-ാം അധ്യായം അതിന് 25-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. Uttermost means hopeless condition. ഏറ്റവും തകർന്ന വ്യക്തിയെ പോലും അവൻ രക്ഷിക്കുന്നു. The world will see you or say you hopeless, but my Jesus sees every hope inside of you. ഈ ലോകം പറയും നിങ്ങൾ യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാത്തവൻ, എന്നാൽ യേശു നിങ്ങളെ നോക്കി പ്രത്യാശയോടുകൂടി താൻ വിളിക്കുകയാണ്. And that is why Jesus said, അതുകൊണ്ടാണ് യേശു ഇപ്രകാരം പറഞ്ഞത്, will never forsake anybody who comes to me. എന്നിലേക്ക് വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയില്ല. I want to tell you ഈ tonight, രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, there is no organization bold to say anyone who come we will not reject. ഒരു സംഘടനയുമില്ല
ഞങ്ങളിലേക്ക് വരുന്നവരെ മുഴുവൻ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാമെന്ന് പറയുന്നവർ. Only one who can say boldly, no one I will forsake, and that is Jesus, because when you come, he will change your situation. എന്നാൽ ഒരുവൻ മാത്രം പ്രകാരം വിളിച്ചു പറയുന്നു, എന്നിലേക്ക് വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയുകയില്ല, അവൻ അഭിമാനത്തോടെ ഞാൻ ഉയർത്തുകയും ചെയ്യും. Can you say thank you Jesus? നിങ്ങൾ വിളിച്ചു പറയുമോ, യേശുവേ നന്ദി, Thank you Jesus. യേശുവേ നന്ദി. There is a wonderful story in the Bible. വേദപുസ്തകത്തിൽ ഒരു മനോഹരമായ സംഭവം പ്രതിപാദിച്ചിരിക്കുന്നു. There was a father who had a son who was epileptic, having fits. ഒരു പിതാവിന് ചുഴലിബാധയുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. And because of that he used to fall in fire, fall in water. താൻ പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണുപോകുന്ന അനുഭവം ഉണ്ടായിരുന്നു. And the father and the parents were very, very sad. മാതാപിതാക്കൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു. And they came to Jesus. അവർ യേശുവിന്റെ അടുക്കലെത്തി. Disciple tried many things, nothing would happen. ശിഷ്യന്മാർ ആ വ്യക്തിയെ സൗഖ്യമാക്കുവാൻ ആവത് ശ്രമിച്ചു. And so when Jesus came, ആ സമയത്ത് യേശു വന്നു. the father said like this, ആ പിതാവ് ഇപ്രകാരം യേശുവിനോട് പറഞ്ഞു, if you can help me, please heal the child. താങ്കൾക്ക് ഈ കുഞ്ഞിനെ സൗഖ്യമാക്കുവാൻ സാധിക്കുമോ? Grieving, a desperate voice. താൻ വളരെ കരഞ്ഞ് നിലവിളിച്ചാണ് യേശുവിനോട് ചോദിച്ചത്. When children have such sickness, parents are so much desperate. മാതാപിതാക്കൾക്ക് ഇത്തരം രോഗബാധയുള്ള കുഞ്ഞുങ്ങൾ വളരെ പ്രയാസത്തിന് കാരണമായി They തീരുന്നു. have brought him to Jesus and said, Jesus, if you can do anything, please help me. And uttermost, in a hopeless condition. ആ പിതാവ് നിലവിളിച്ചുകൊണ്ട് യേശുവോട് ചോദിച്ചു, അങ്ങേക്ക് കഴിയുമെങ്കിൽ ഈ കുഞ്ഞിനെ സൗഖ്യമാക്കണമേ. If I was instead of Jesus, ഞാൻ യേശുവിന് പകരമാണ് അവിടെ നിൽക്കുന്നതെങ്കിൽ I would have said like this, ഞാൻ ഒരുപക്ഷേ ഇങ്ങനെ പറഞ്ഞേക്കാം, oh yes, I can help you. പ്രകാരം പറയും, ആ എനിക്ക് സഹായിക്കാം. I have fasted and prayed for 45 days and I am ready for anointing. ഞാൻ കഴിഞ്ഞ 45 ദിവസമായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയായിരുന്നു, എനിക്ക് അത്ഭുതം ചെയ്യാം. Bring the child, I will do big things for you. ആ കുട്ടിയെ കൊണ്ടുവരൂ, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. No, Jesus did not say that. യേശു അങ്ങനെ പറഞ്ഞില്ല. Do you know what Jesus said? യേശു എന്താണ് പറഞ്ഞത്? Jesus said, യേശു പറഞ്ഞു, I will do it, ഞാനിത് ചെയ്യും. but I want to tell you, എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, all things are possible with you who believe in me. എന്നിൽ വിശ്വസിക്കുന്ന നിങ്ങളാൽ ഈ അത്ഭുതങ്ങൾ സാധിക്കും. Hallelujah. Hallelujah. That is Jesus. അതാകുന്നു യേശു. Restores your self-esteem. നിങ്ങളുടെ അഭിമാനത്തിന് യാതൊരു ക്ഷയം വരാതെ താൻ കാത്തുപരിപാലിക്കുന്നു. Tonight let me tell you, all these 4 days ഞാൻ ഈ 4 ദിവസം നിങ്ങളോട് പറയാൻ you will പോകുന്നത്, receive your miracle, നിങ്ങളുടെ അത്ഭുതം നിങ്ങൾ പ്രാപിക്കും. but then he will make you the source of miracles for millions. എന്നാൽ അതിനുശേഷം അനേക ആയിരങ്ങളെ സൗഖ്യമാക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുകയാണ്. Hallelujah. Hallelujah. You will be changed from a survivor to a conqueror in Jesus' name. നിങ്ങൾ ഒരു അതിജീവിക്കുന്നതിൽ നിന്നും ഒരു ജയാളിയായി തിരികെയാണ് യേശുവിന്റെ നാമത്തിൽ. Hallelujah. Hallelujah. You will stop saying, please help me, please help me. But then you will say, I can do all things through Christ who strengthens me. എന്നെ സഹായിക്കണമേ, എന്നെ സഹായിക്കണമേ എന്ന് പറയുന്നത് നിങ്ങൾ നിർത്തിക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ എനിക്ക് സകലം ചെയ്യാൻ സാധിക്കും നിങ്ങൾ പറയാൻ തുടങ്ങും. Hallelujah. Hallelujah. Can you shout and say, I can do all things? നിങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ, യേശുവിനാൽ എനിക്ക് സകലതും I സാധ്യം. can do all things. എനിക്ക് യേശുവിനാൽ സകലതും ചെയ്യുവാൻ സാധിക്കും. I can do all things എനിക്ക് യേശുവിനാൽ സകലതും ചെയ്യുവാൻ through സാധിക്കും. Christ യേശു ക്രിസ്തുവിലൂടെ who strengthens me. അവൻ എന്നെ ശക്തനാക്കുന്നു. Hallelujah. Hallelujah. What is the boldness? എന്താകുന്നു നമ്മുടെ ധൈര്യം? The Bible says വേദപുസ്തകം പറയുന്നു, the restoration, the qualification, the deliverance and conveyed happened because in him is redemption. ക്രിസ്തുവേശുവിലുള്ള വീണ്ടെടുപ്പിലൂടെ നമുക്ക് പുനഃസ്ഥാപനവും യോഗ്യതയും വിടുതലും രൂപാന്തരവും ലഭിച്ചിരിക്കുന്നു. In verse 14 the Bible says, in whom we have redemption through the blood, forgiveness of sin. കൊലോസ്യ ലേഖനം 1:14 പറയുകയാണ്, അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. In whom? അവനിൽ. In whom? അവനിൽ We have redemption. നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് യേശു വിടുവിച്ചു വെളിച്ചത്തിൻ്റെ രാജ്യത്തിലാക്കിയിരിക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച നിമിഷം ഇരുട്ടിന് ഇനി നമ്മുടെ മേൽ അധികാരമില്ല. നമ്മൾ അതിനെക്കുറിച്ച് കേട്ടുകൊണ്ടിരുന്ന ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പിൻ്റെ ശക്തി. അങ്ങനെയാണെങ്കിൽ ഇരുട്ടിൻ്റെ ഒരു ശക്തിക്കും പാപസ്വഭാവത്തിനും മദ്യപാന ബന്ധനങ്ങൾക്കും
കുടുംബ പ്രശ്നങ്ങളാകുന്ന ഇരുട്ടുകൾക്കും രോഗത്തിനും ശാപത്തിനും ഒന്നും നമ്മുടെ മേലെ അധികാരമില്ല. അതാ യേശു പറഞ്ഞ, എൻ്റെ നാമത്തിൽ നിങ്ങൾ പൈശാചിക ബന്ധനങ്ങളെ അഴിക്കും, ഇരുട്ടിൻ്റെ അധികാരങ്ങളെ ഓടിക്കും. അത് നമുക്ക് ഈ സമയത്ത് അധികാരത്തോടെ ചെയ്യാം. എനിക്ക് പ്രശ്നമാണേ, പിശാചാണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, അതിനോട് കൽപ്പിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ച്. ഈ മലയോട് നീങ്ങിപ്പോകാൻ പറയാൻ യേശു പറഞ്ഞ്, മലയെക്കുറിച്ച് മറ്റുള്ളവരോട് വിശദീകരിക്കാനല്ല. പലപ്പോഴും നമ്മുടെ രോഗത്തെയും നമ്മുടെ പ്രശ്നങ്ങളെയും എനിക്ക് വലിയ വിഷയമാണെന്ന് മറ്റുള്ളവരോട് വർണ്ണിച്ച് നമ്മൾ സമയം കളയുക. പ്രശ്നത്തോട് സംസാരിക്കാം, രോഗത്തോട് വിട്ടുപോകാൻ പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങ് ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലാക്കിയിരിക്കുക. വെളിച്ചത്തിൻ്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് രോഗശക്തികളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുകയാണ്. പൈശാചിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. കർത്താവ്, എന്നെ കേൾത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും എൻ്റെ കർത്താവ് അറിയുന്നുണ്ട്. കർത്താവ് ഓരോ വ്യക്തികളെ അറിയുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, പ്രശ്നങ്ങൾ നീ അറിയുന്നുണ്ട്. ഈ സമയത്ത് അങ്ങയുടെ ദിവ്യപ്രകാശം അവരുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലട്ടെ. കർത്താവെ, കുടുംബ പ്രശ്നങ്ങളാൽ വലയുന്നവരെ കർത്താവ് തൊടണമേ. കർത്താവിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് ഒരു ഭവനം ഒരു അന്ധകാരമായ അവസ്ഥയിൽ നട്ടം തിരിയുക, പ്രത്യേകിച്ച് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ കുടുംബത്തിലാകെ പ്രശ്നമാണ്. അപ്പോൾ തന്നെ ചാക്കോ എന്നൊരു പേരും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരികയാണ്. നിങ്ങളുടെ ഭവനത്തെ യേശുവിൻ്റെ പ്രകാശത്താൽ അവിടെ വിടുതലുണ്ട്. തമ്മിൽ കുറ്റം പറഞ്ഞും പഴിചാരിയും ഭാര്യയും ഭർത്താവും തമ്മിൽ നശിക്കേണ്ട സമയമല്ലിത്. നമ്മുടെ ശത്രു വ്യക്തികളല്ല എന്ന് വചനം വ്യക്തമായിട്ട് പറയുന്നു. നമുക്ക് പോരാട്ടം ഉള്ളത് വ്യക്തികളോടല്ല, വ്യക്തികളുടെ പുറകിൽ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയായ പൈശാചിക ശക്തിയോട്. പക്ഷേ പൈശാചിക ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ എതിർക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കർത്താവിലേക്ക് വിടാം. നമ്മുടെ വേണ്ടാത്ത വഴക്കുകൾ അവസാനിപ്പിക്കാം. കർത്താവെ, ആ ഭവനങ്ങളെ ഇന്ന് ലോകത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വീടുകളിലും കർത്താവിൻ്റെ വെളിച്ചം വ്യാപരിക്കട്ടെ. ഇരുട്ടിൻ്റെ അധികാരങ്ങൾ വിട്ടുമാറട്ടെ. ശാപബന്ധനങ്ങൾ അഴിയട്ടെ. രോഗശക്തികൾ വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മറ്റൊരു കാര്യം കൂടെ, ഈ ശരീരത്തിൽ നമ്മുടെ കാല് വിണ്ടു കയറുന്ന പോലെ നീണ്ട നിലയിൽ, ഞാനത് ആദ്യം അങ്ങനെ ഉള്ളിൽ കർത്താവ് കാണിക്കുന്നത്, നീണ്ട വടുക്കൾ, വ്രണമല്ല, ഇങ്ങനെ തൊലി വിണ്ട് കയറി ശരീരത്തിൽ ചിലയിടത്ത്, അതെന്തോ ഒരു അസുഖമാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ അസുഖത്താൽ കഷ്ടപ്പെടുന്ന വ്യക്തി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൈശാചിക ബന്ധനം അഴിയട്ടെ. ചില രോഗങ്ങൾ എത്ര ചികിത്സിച്ചിട്ട് മാറുന്നില്ല, പക്ഷേ അതൊരു ബാധ, അതൊരു പൈശാചിക ബന്ധനമാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് വിട്ടുമാറട്ടെ. ആർത്രൈറ്റിസ് രോഗം സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് രോഗമായി കട്ടിൽ കിടക്കയിലായിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് കാണിക്കുന്നു. കർത്താവിൻ്റെ കരം നിങ്ങളെ തൊടുകയാണ്. കൂടാതെ ആർത്രൈറ്റിസിൻ്റെ ഭാരത്താൽ കൈവിരലുകൾ അനക്കാൻ മേലാത്ത, കാലുകൾ അനക്കാൻ മേലാത്ത സ്ഥാനത്ത് ഈ ദൈവവചനം പറയുന്ന അത്ഭുത ശക്തി വ്യാപരിക്കുക. യേശുവിൻ്റെ നാമത്തിൽ വിടുതലാകട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പകർച്ച ഞാൻ അനുഭവിച്ചു. എനിക്കറിയാം അത്ഭുത സൗഖ്യങ്ങൾ, വിടുതലുകൾ നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വിടുതലുകൾ ഒന്നറിയാൻ ഞങ്ങൾ എത്ര ആഗ്രഹിക്കുന്നു. ഈ പ്രയർ ടവർ നമ്പറുകളിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ വിളിച്ചു പറയണം. കൂടാതെ പ്രാർത്ഥനാവശ്യങ്ങൾ, കൗൺസിലിങ്ങിനായി 100-ലധികം ശുശ്രൂഷകർ പ്രാർത്ഥിക്കാൻ ടേണായി അവിടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ട്. 24 മണിക്കൂർ വിളിക്കാം. എൻ്റെ പേര് ബാലകൃഷ്ണൻ എന്നാണ്. ഇതെൻ്റെ ഭാര്യ ശ്യാമള. ഞങ്ങളുടെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് അടൂരിനടുത്ത് കൊടുമണ്ണം എന്ന് പറയുന്ന സ്ഥലമാണ്. ഞാൻ ജനിച്ചു വളർന്ന സാഹചര്യം അനുസരിച്ച് വളരെ ചെറുപ്പത്തിലേ തന്നെ മദ്യപാനത്താലും ചീട്ടുകളിയാലും ഏർപ്പെട്ട് നശിച്ചൊരു ജീവിതമായിരുന്നു എൻ്റെ ജീവിതം. കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ മദ്യപിച്ച് അയൽവക്കാരോടും നാട്ടുകാരോടും എല്ലാം വഴക്കമുണ്ടാക്കി ദേശപ്പുറം ഉത്സവപ്പറമ്പിൽ പോയി ചീട്ടും കളിച്ച് നടന്നൊരു വ്യക്തിയാണ്. ആ ദേശക്കാരും ബന്ധുമിത്രാദികളും അതുപോലെ തന്നെ അമ്മയപ്പന്മാരും എല്ലാം എന്നെ ഉപേക്ഷിച്ച് കൈവിട്ടൊരു വ്യക്തിയായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ 13 വയസ്സിൽ ഇവിടെ നാട് വിട്ട് ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂർ 7 വർഷം അടിച്ചു പൊളിച്ച് നടന്നു. ഈ നാട്ടിൽ 13 വയസ്സ് വരെ നടന്നതിനേക്കാൾ മോശമായ രീതിയിൽ തന്നെ കേരളത്തിൽ വീണ്ടും തിരിച്ചു വന്നിട്ട് 23-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. എൻ്റെ ജീവിതത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. വീണ്ടും മദ്യപാനവും ചീട്ടുകളിയും കൂടുകയല്ലാതെ ഒന്നും കുറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി, 3 മക്കളുണ്ടായി. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും വീട്ടിൽ അലമ്പും വഴക്കും സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. അങ്ങനെ ജീവിച്ചിരുന്ന ഞാൻ എൻ്റെ മകന് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, എൻ്റെ രണ്ടാമത്തെ മകന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയ മോന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയെ വന്ന് ഞാൻ ഉപദ്രവിച്ചു. മദ്യപിച്ചിട്ട് വന്ന് ലക്കില്ലാതെ വന്ന് ഉപദ്രവിച്ചു. ശരിക്കെടുത്ത് ഉപദ്രവിച്ച് കഴിഞ്ഞപ്പോൾ ഈ കാലിൻ്റെ കൂടെ ജീവിക്കണമെന്നും പറഞ്ഞ് എൻ്റെ ഭാര്യ ആത്മഹത്യ കിണറ്റിലെടുത്തി ചാടിയത്. ആത്മഹത്യ കിണറ്റി ചാടിയിട്ട് ഞാൻ വെറുതെ വിട്ടില്ല.
കൈ കിട്ടിയത് വലിയൊരു കരിങ്കല്ല. ആ കരിങ്കല്ലുകൂടെ മദ്യത്തിന് ലഹരി ഞാൻ എടുത്ത് കിണറ്റിലോട്ട് ഇടുമായിരുന്നു. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇതിട്ടിട്ട് വീണ്ടും ഞാൻ തിരിച്ച് അടുത്ത മദ്യപാനത്തിലേക്ക് പോവുകയായിരുന്നു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ശ്യാമളെ ആരൊക്കെയോ കിണറ്റിൽ നിന്ന് വലിച്ചിട്ടു. ഒന്നും സംഭവിച്ചില്ല. എന്താ സംഭവിക്കാനൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തെ വെറുത്ത് നിരാശയായിട്ട് എനിക്ക് മദ്യപാനം നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് സ്വന്തമായിട്ട് നിർത്താൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം മദ്യപിച്ചിട്ട് വന്ന അബോധാവസ്ഥയിൽ കിടന്ന് ഞാൻ രാവിലെ എണ്ണിച്ച് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ശ്യാമളെ എനിക്കിതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകും. എനിക്ക് മദ്യപാനം നിർത്തണമെന്ന്, പക്ഷേ എന്നെക്കൊണ്ട് സ്വയം നിർത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി. എൻ്റെ വീട്ടിൽ ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ എടുത്ത് ശ്യാമള എൻ്റെ ബന്ധുക്കളെല്ലാം വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു, നീ അവനെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോക്കൂ, അതിന് ഞങ്ങൾ എത്ര രൂപ വേണമെങ്കിലും മുടക്കാം, ചികിത്സിപ്പിക്കാൻ ഞങ്ങൾ നിൻ്റെ കൂടെ നിൽക്കാം, കുഞ്ഞുങ്ങളെ നീ ഞങ്ങളുടെ ഏൽപ്പിച്ചാൽ 3 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാം, എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മദ്യപാന ചികിത്സയ്ക്ക് വേണ്ടി കോലഞ്ചേരി ഹോസ്പിറ്റലിൽ പോയി. കോലഞ്ചേരി ഹോസ്പിറ്റലിൽ ചെന്ന് 20 ദിവസം എന്നെ അവിടെ കിടത്തി ചികിത്സിച്ചു. അങ്ങനെ അവിടുന്ന് 20 ദിവസം ചികിത്സ കഴിഞ്ഞ് ഞാൻ വെളിയിൽ ഇറങ്ങിയപ്പോൾ അവിടുന്ന് ഗുളിക തന്നുകൊണ്ടിരുന്നു. അത് മാസം നമ്മൾ പോയിട്ട് അവിടെ കൗൺസിലിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഗുളിക മേടിച്ചുകൊണ്ട് വരണം. അത് കഴിച്ച് കഴിയുമ്പോൾ നമുക്കെന്തോ മദ്യത്തോടുള്ള ആക്ഷത്തിൽ നിന്നിട്ടൊരു സുഖമായിരുന്നു അന്ന്. അങ്ങനെ ഞാൻ 2 വർഷം നടന്നു. 2ാമത്തെ വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ മരിച്ചിട്ട് അടിയന്തരത്തിന് അന്ന് വീണ്ടും ഞാൻ മദ്യപിച്ച് ഒരു പ്രാന്തനെ പോലായി തിരിച്ചു എന്നെ വീണ്ടും കോലഞ്ചേരി മെഡിക്കൽ കോളേജ് കൊണ്ട് ആശുപത്രി കൊണ്ട് ചികിത്സിക്കാൻ പോയി. എന്നെ ആദ്യം സെല്ലിനകത്തിട്ടു. പ്രാന്തനെ പോലായി എന്നെ സെല്ലിനായിട്ടപ്പോൾ ഞാൻ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയും കൂടെ ഈ സെല്ലിനകത്തിട്ടെങ്കിലേ ഞാൻ അതിൻ്റെ അകത്ത് കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭാര്യയും കൂടെ 3 ദിവസം കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ സെല്ലിലിട്ട് ചികിത്സിപ്പിച്ചിട്ട് ഞാൻ വീണ്ടും അവിടെ 20 ദിവസം ചികിത്സ കഴിഞ്ഞ് വീണ്ടും ഇറങ്ങി നാട്ടിൽ വന്നു. മദ്യപിക്കാതെ നടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായ നിരാശയായി. ജീവിക്കണമെന്നൊരു ചിന്ത പോലും ഇല്ലാതായി. കാര്യം ബിസിനസ് ഉണ്ടായിരുന്നു, തുണിയുടെ ബിസിനസ്സായിരുന്നു. ആ ബിസിനസ് പൊളിഞ്ഞു. 7.25 ലക്ഷം രൂപ ജീവിതത്തിൽ കടമായി. എനിക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റത്തില്ല അവസ്ഥയായിരുന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എൻ്റെ വീട്ടുചെലവ് എല്ലാത്തിലും തകർന്നൊരവസ്ഥയിൽ ഞാൻ ഒരു ദിവസം കുറേ കോട്ടൺ നൈറ്റിയുടെ ബിസിനസ്സാണ്. അത് ഓഫീസുകളിലെ സ്കൂളുകളിലെ കൊണ്ട് വിൽക്കുന്ന ഒരു ജോലിയായിരുന്നു എൻ്റെ. അങ്ങനെ ഞാനൊരു ദിവസം ഒരു 10-30 നൈറ്റിയുമായിട്ട് രാവിലെ വീട്ടിൽ പോലും പറയാതെ രാവിലെ ബാഗുമായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോഴഞ്ചേരി ചെല്ലുക, ഇത് ഏതെങ്കിലും സ്കൂളിൽ കയറി വിറ്റിട്ട് ശരിക്കും മദ്യപിക്കുക. കോഴഞ്ചേരി പാലത്തിൽ നിന്ന് ആറിൻ്റെ മേളിലെ പാലത്തിൽ നിന്ന് എടുത്ത് ആറിലേക്ക് ചാടുക, മരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമായിട്ടാണ് രാവിലെ ഞാൻ ഇറങ്ങി ഞാൻ കോഴഞ്ചേരി സ്റ്റാൻഡിൽ ചെന്നു. നടന്ന് പാലം കയറി അക്കരെ കടന്നിട്ട് കുറിയന്നൂർ എന്ന് പറഞ്ഞ ഹൈസ്കൂളിൽ ചെന്ന് കയറി അവിടെ നൈറ്റ് വയ്ക്കാനായിട്ട് സാറന്മാരോട് പറഞ്ഞു, സാർ നല്ല കോട്ടൺ നൈറ്റ് ഉണ്ട്, ഇപ്പോൾ വേണേൽ വാങ്ങിച്ചു, വില കുറച്ച് തരാം, ഇന്ന് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നത് ഞാൻ അവിടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ടീച്ചർമാർ പറഞ്ഞു, എന്തുവാ സാർ അങ്ങനെയെന്ന് ചോദിച്ചു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇന്ന് ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ടീച്ചർമാരും നൈറ്റ് എടുത്തു. ഒരു 5000 രൂപ മേളിൽ കച്ചവടം എനിക്ക് നടന്നു. കച്ചവടം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും ബാഗ് എടുത്ത് വെളിയിലോട്ട് ഇറങ്ങാൻ നേരത്തെ ടീച്ചർ എന്നെ വിളിച്ചു. സഹോദരൻ അവിടെ നിൽക്കുക. സഹോദരൻ്റെ നാവിൽ നിന്ന് പറഞ്ഞ് ആത്മഹത്യയുടെ ഒരു വാക്ക് വന്നല്ലോ, എന്തുവാ സഹോദരൻ്റെ വിഷയമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ടീച്ചറെ എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് ഭയങ്കര വിഷയമാണ്. എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടഭാരമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാനുള്ള സാമ്പത്തികം എനിക്കില്ല. അതുപോലെ ജീവിതം നശിച്ചു. ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ ബീന ടീച്ചറാണ്. അത് നമ്മുടെ കോഴഞ്ചേരി സഭയിലുണ്ടെന്നുള്ള ടീച്ചർ. അങ്ങനെ ആ ടീച്ചറിനെ വിളിച്ച് സുവിശേഷം പറഞ്ഞ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു, ടീച്ചറെ എനിക്ക് ജീവിതത്തിൽ വളരെ പ്രയാസമാണ്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മുന്നോട്ട് പോകാൻ ഒരു നിവൃത്തിയുമില്ല, ഞാൻ അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു, എനിക്ക് സമാധാനമില്ലാത്ത ജീവിതമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ടീച്ചറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സഹോദരൻ മരിക്കണ്ട, സഹോദരന് വേണ്ടി മരിച്ചുയർത്തേണ്ടി ജീവിക്കുന്നൊരു യേശുവുണ്ട്, സഹോദരൻ വിശ്വസിക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് വരെ വിചാരിച്ചിരുന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമാണ്, യേശു മറ്റുള്ളൊരു മതത്തിൻ്റെ ദൈവമാണെന്നൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ അന്ന് ഈ ടീച്ചറിൻ്റെ നാവിൽ കൂടെ ഞാൻ ഈ സത്യം കേട്ടു, ഇത് യേശു ക്രിസ്തു ഒരു മതത്തിൻ്റെ ദൈവമല്ല, അതൊരു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, സഹോദരന് വേണ്ടി കൂടിയാണ് മരിച്ചെന്ന് പറഞ്ഞു കേട്ടു. അന്ന് ഞാൻ ഹൃദയം തുറന്ന് ആ സ്കൂളിൻ്റെ തിണ്ണയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, യേശുവേ അങ്ങനെ നീ എല്ലാവരുടെയും ദൈവമാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു വരണം, എനിക്ക് സമാധാനം തരണമെന്ന് പറഞ്ഞു. അന്ന് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു തണുപ്പ് പോലെ ഒരു സന്തോഷമുണ്ടായി. ഞാൻ തിരിച്ച് വീട്ടിൽ വന്ന് ഞാൻ എൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലിശ കൊടുക്കണം, ബ്ലേഡുകാർക്ക് പൈസ കൊടുക്കണം, കുഞ്ഞുങ്ങളുടെ രാവിലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകും. അന്ന് ഞാൻ കയറി വന്നത് സന്തോഷത്തോടെ. ശ്യാമളയും അതുപോലെ തന്നെ ഓഫീസുകളിലും ബാങ്കുകളിലും അതുപോലെ സ്കൂളുകളിലൊക്കെ നൈറ്റ് വിൽക്കുന്ന ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ശ്യാമളയ്ക്ക്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ശ്യാമളയും വന്ന് അടൂരൊരു വീട്ടിൽ ഒരു അമ്മാമ്മയുടെ അടുത്ത് നൈറ്റ് വിറ്റുകൊണ്ടിരുന്നപ്പോൾ ആ അമ്മാമ്മ ശ്യാമളയോട് പറഞ്ഞു, ശ്യാമളെ നിന്നെ യേശു സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ യേശു വിടുവിക്കും എന്ന് സുവിശേഷം ശ്യാമളയോടും ആ അമ്മാമ്മ പറഞ്ഞു. ആ അമ്മാമ്മ ഒരു ബൈബിളും കൊടുത്താൽ ശ്യാമളയും തിരിച്ച് വീട്ടിലോട്ട് വിട്ട്. ഞങ്ങൾ രണ്ടുപേരും വന്ന് സന്തോഷമായിട്ടാണ് വീട്ടിൽ വന്ന് കയറിയത്. ഞാനന്ന് വീട്ടിൽ വന്ന് കയറി ഞാൻ ശ്യാമളയോട് പറഞ്ഞു, ശ്യാമളെ നമുക്ക് ഞായറാഴ്ച ഒരു ദിവസം ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. യേശുവിനെ എന്നൊരു ദൈവത്തെ ഞാൻ അറിഞ്ഞു, ആ ദൈവത്തിൻ്റെ അടുത്ത് നമുക്കൊന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഞായറാഴ്ച ഒരു ദിവസം രാവിലെ 9 മണിക്ക് ചെട്ടിമുക്കെന്ന് പറഞ്ഞ സ്ഥലത്ത് ആരാധന സ്ഥലത്ത് ഞങ്ങൾ പോയി കയറിയതാണ്. ടീച്ചർ എൻ്റെ കർത്താവിനോട് ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളവിടെ ആരാധനയ്ക്ക് പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സന്തോഷവും സമാധാനവും ഞങ്ങൾക്ക് കിട്ടിയത്.
കാരണം പലയിടത്തും ഞങ്ങൾ ഓടിയിട്ടുണ്ട്. യേശുവിനെ അറിയാൻ ഇങ്ങോട്ട് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു യേശു ഇങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു ദൈവമാണോ. ഞാൻ പലയിടത്തും ഓടി എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറാനായിട്ട് എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ഞാൻ ചെയ്തു. എങ്ങനെയൊക്കെ നോയമ്പുകൾ നോക്കാം, എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് എനിക്കൊരു സമാധാനം സന്തോഷം കിട്ടിയത്. അപ്പോൾ എന്നോട് ഈ സുവിശേഷം എന്നോടൊരു വ്യക്തി, ഒരു അമ്മാമ അടൂ എന്നുള്ളൊരു അമ്മാമ എന്നോടിത് പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ അത് ഉൾക്കൊള്ളാനോട്ട് പോലും പറ്റിയില്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു സംഭവം നടക്കുമോ, യേശു ജീവനോടെ ഉണ്ടോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. ഞാൻ വീട്ടിൽ വന്നു ഇങ്ങനെ. ഇപ്പോൾ സത്യത്തിൽ യേശു ഞങ്ങളെ കണ്ടതുകൊണ്ട് തന്നെയാണ്, ഞങ്ങൾ രണ്ടുപേരെ യേശു കണ്ടതുകൊണ്ട് തന്നെയാണ് ഞങ്ങളോട് രണ്ടുപേരോട് ഒരു ദിവസം തന്നെയാണ് കർത്താവ് രണ്ട് വ്യക്തികളൂടെ ഞങ്ങളോട് ഇടപെടുമായിരുന്നു യേശുവിനെ. അപ്പം ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി യേശു ഞങ്ങളെ കണ്ടതുകൊണ്ടാണ്. കാരണം അത് ആ സംഭവം ആ സമയം അതെല്ലാം എനിക്ക് ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. കാരണം കുറിയനൂർ ഹൈസ്കൂളിൽ വെച്ച് ബീന ടീച്ചർ എൻ്റെ ഭർത്താവിനോട് ഒരു 11 മണി ആയ സമയത്താണ് പറയുന്നത്, ഇൻ്റർവ്യൂ സമയത്താണ് പറയുന്നതെങ്കിൽ എന്നോടും അതേ സമയം തന്നെയാണ് അടൂരൊരു അമ്മാമ എന്നോട് ഈ സുവിശേഷം പറയുന്നത്. പക്ഷേ അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി യേശു ഞങ്ങളെ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഈ സുവിശേഷം അറിയാൻ യേശുവിൻ്റെ അടുത്ത് വരാനായിട്ട്. പലയിടത്തും ഓടി ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു സമാധാനം എനിക്ക് കിട്ടിയത്. 2007 ഒരു ഞായറാഴ്ച ദിവസം ചെട്ടിമുക്കിൽ ഞങ്ങൾ ചെന്ന് കയറിയതാണ് ഈ ആരാധനാലയത്തിൽ. അന്ന് ഞങ്ങളൊരു 3.5 മണിക്കൂർ ഞങ്ങളുടെ ജീവിതത്തിൽ പോയത് എന്തെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എങ്ങനെ അതുപോലെ ഞങ്ങൾ സന്തോഷമായിരുന്നു. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഈ യേശു ഒരു മതത്തിൻ്റെ ദൈവമല്ല, ഇത് മാനവരാശിയുടെ രക്ഷകനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ യേശുവിനെ അറിഞ്ഞ ശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ചെയ്തു തന്നു. ഞങ്ങളുടെ കടഭാരം, എൻ്റെ 7.25 ലക്ഷം രൂപ കടഭാരം മാറി, എൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിച്ചു. എൻ്റെ യേശു അനുഗ്രഹിക്കുന്നതിനാണെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കി. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ കർത്താവിനോട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും മൂവാറ്റുപുഴയിൽ നവംബർ 29 ശനി രാവിലെ 10 മുനിസിപ്പൽ ടൗൺ ഹാൾ, നെഹ്റു പാർക്കിന് സമീപം. തോമസ് ഊട്ടി വിടുതൽ ശുശ്രൂഷിക്കുന്നു. हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. चरणों में आकर हाथ उठाकर करते हैं तेरे